നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പോയ സീസണിൽ ഇന്റർ മയാമി MLS വളരെ പരിതാപകരമായ പ്രകടനമാണ് നടത്തിയത്. തുടരും പരാജയങ്ങളോടെയാണ് അവർ സീസൺ അവസാനിപ്പിച്ചത്. ഇപ്പം ലിയോ മെസ്സി ഒരു സീസൺ പൂർണ്ണമായിട്ട് MLS കളിക്കാൻ പോകുന്നു. നാളെ അവരുടെ കളി എന്ന് പറഞ്ഞാൽ ഇന്നാണ് കളി. US ഡേറ്റ് ഒക്കെ വെച്ച് ഇന്നാണ് കളി. പക്ഷെ നമുക്കത് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ രാവിലെയാണ് ഇന്റർ മയാമി റിയൽ സാൾട്ടിലേക്കുമായിട്ട് പുതിയ MLS സീസണിന് തങ്ങളുടെ ആദ്യ കളി കളിക്കാൻ ഇറങ്ങുന്നത്. പോയ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ നല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സീസൺ ടൂറിൽ അത്ര പ്രതിഫലിച്ചില്ലെങ്കിലും MLS അതിൻ്റെ ഗുണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മയാമി ആരാധകരുള്ളത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരെയൊക്കെയാണ് ഇന്റർ മയാമി ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും ലൂയിസ് സുവാരസിനെ എത്തിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ലീഗിൽ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരുന്ന താരമാണ്. മെസ്സിയുടെ കട്ടച്ചങ്ക്. അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചത് തന്നെയാണ് വലിയ ഒരു നീക്കമായിട്ട് അവർ ഇപ്പം എടുത്തു കാണിക്കാനുള്ളത്. എങ്കിലും മറ്റ് ചില നീക്കങ്ങൾ കൂടി, മറ്റ് ചില താരങ്ങളെ കൂടി എത്തിച്ചിട്ടുണ്ട്. ഒന്ന്, നിക്കോളാസ് ഫെഡേറയെ ടീമിലേക്ക് എത്തിച്ചു. അർജന്റീൻ സെൻട്രൽ ഡിഫൻഡറാണ്. അദ്ദേഹം അർജന്റീനോസ് ജൂനിയേഴ്സിലൂടെ വളർന്നു വന്നിട്ടുള്ള കളിക്കാരനാണ്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഫെഡറിക്കോ റെഡൻഡോ, അതൊരു വലിയ സൈനിങ് ആണ്. കാരണം 21 വയസ്സുള്ള അർജന്റീനയുടെ ഒളിമ്പിക്സ് ടീമിലെ അംഗമായിട്ടുള്ള പ്രതിഭാധനായിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്തായാലും അത് ഇന്റർ മയാമിയുടെ കരുത്ത് വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ജർമ്മൻ മിഡ്ഫീൽഡറായിട്ടുള്ള ജൂലിയൻ ഗ്രസലിനെ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് MLS വലിയ എക്സ്പീരിയൻസ് ഉള്ളയാളാണ്. 2018 അറ്റ്ലാന്റ യുണൈറ്റഡിനൊപ്പം അദ്ദേഹം MLS ചാമ്പ്യനായിരുന്നു. 2023 അദ്ദേഹം മികച്ച പ്രകടനം കൊളംബസ് ക്രൂവിനൊപ്പം നടത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രകടനം നടത്തിയിട്ടുള്ള ഒരു താരത്തെ തന്നെയാണ് അവരിപ്പോൾ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നെ അവർ ഡിസംബറിൽ കുറച്ച് പ്രോമിസിങ് യങ് പ്ലേയേഴ്സിനെ സൂപ്പർ ഡ്രാഫ്റ്റിലൂടെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് യാനിക് ബ്രൈറ്റ് ആണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഹാംഷെയറിൽ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. 22-കാരനായിട്ടുള്ള മിഡ്ഫീൽഡറാണ്. വലിയ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇന്റർ മയാമിക്കുണ്ട്. കൂടാതെ അവർ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു താരമാണ് റയാൻ കാർമിക്കേൽ. അദ്ദേഹം നോർത്തേൺ അയർലൻഡുകാരനായിട്ടുള്ള പ്ലെയറാണ്. അണ്ടർ 19 ഫ്രണ്ട്ലി മത്സരങ്ങളിലൊക്കെ ടീമിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കളിക്കാരനാണ്. കൂടാതെ ലിയോ അഫോൺസോയെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. ബ്രസീലിയൻ അമേരിക്കൻ ഫോർവേഡാണ് അദ്ദേഹം. യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന 22-കാരനായിട്ടുള്ള താരമാണ്. അദ്ദേഹത്തെ അവർ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ പെപ്പ് കസാസിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹവും ഒരു മിഡ്ഫീൽഡറാണ്. യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. അങ്ങനെ കുറേ യുവതാരങ്ങളെ കൂടി ടീമിലേക്ക് ആഡ് ചെയ്ത് ടീം ശക്തിപ്പെടുത്തിയിട്ടാണ് ഇന്റർ മയാമി ഇത്തവണ ഇറങ്ങുന്നത്. വലിയ പ്രതീക്ഷ ആരാധകർക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.